പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് മാറ്റമില്ലാത്തതാണെന്ന് നമുക്കറിയാം. മാറ്റമില്ലാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമുക്കറിയുവാൻ സാധിക്കുന്നത് വചനങ്ങളിലൂടെയാണ്. ദൈവവചനം വായിക്കുന്നവർക്ക് അത് വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഓരോരുത്തർക്കും അതിനകത്തുള്ള സത്യം മനസ്സിലാക്കിയ ഒരു വ്യക്തികൾക്കും ഇന്നത്തെ ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ കണ്ട് അതിശയിക്കേണ്ടി വരികയില്ല. അവർക്ക് വിചിത്രമായ സംഭവങ്ങൾ കണ്ടാൽ പോലും ഇതെല്ലാം ദൈവവചനത്തിൽ മുന്നേ കൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന സത്യവേദ പുസ്തകത്തിലേക്ക് നോക്കിക്കൊണ്ട് ലോകത്തിലേക്ക് നോക്കുക. ലോകത്ത് നോക്കിയിട്ട് വചനത്തിൽ നോക്കുന്നതിനേക്കാളേറെ കർത്താവായ ദൈവത്തിൻ്റെ വചനത്തിൽ നോക്കിക്കൊണ്ട് ലോകത്തിലേക്ക് നോക്കുമ്പോൾ വചനം എത്ര സത്യമാണെന്നറിയുവാൻ സാധിക്കും. അവസാന നാളുകളിൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന ധാർമ്മിക പതനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു വാക്യമാണ് 2 തിമോത്തി 3-7. അതായത് 2 തിമോത്തിയോസ് 3:2 മുതൽ 3 മുതൽ 7 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് വായിക്കുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള മനുഷ്യൻ്റെ സ്വഭാവങ്ങൾ എന്താണെന്ന് എന്നോ ദൈവം തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യർ അന്ത്യകാലത്ത് എങ്ങനെ ആകും എന്നുള്ള കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യർ സ്വസ്നേഹികളായിരിക്കും. 2 ദ്രവ്യാഗ്രഹികളായിരിക്കും. 3 വമ്പ് പറയുന്നവരായിരിക്കും. 4 അഹങ്കാരികളായിരിക്കും. 5 ദൂഷകന്മാരായിരിക്കും. 6 അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായിരിക്കും. 7 നന്ദി കെട്ടവരും. 8 അശുദ്ധരും. 9 വാത്സല്യമില്ലാത്തവരും. 10 ഇണങ്ങാത്തവരും. 11 ഏഷണിക്കാരും. 12 അജേന്ദ്രിയന്മാരും. 13 ഉഗ്രന്മാരും. 14 സൽഗുണദോഷികളും. 14 ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. ഇവർ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ വീടുകളിൽ നുഴഞ്ഞു കിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാ മോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കുവാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ ഉള്ളവർ. ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഇതെല്ലാം അവസാന നാളുകളിൽ ഇങ്ങനെയുള്ള മനുഷ്യർ ഉണ്ടാകുമെന്നും അവരുടെ പ്രവർത്തനങ്ങൾ മൂലം സൊസൈറ്റിയിൽ സമൂഹത്തിൽ വളരെ വേദനകളും പ്രയാസങ്ങളും അക്രമങ്ങളും കണ്ണുനീരും ഉണ്ടാകുമെന്നും പൂർണ്ണമായിട്ട് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇന്നത്തെ കാലത്തെ കുറ്റകൃത്യങ്ങളും മനുഷ്യൻ്റെ മനോഭാവവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന 3 പ്രധാന പോയിന്റുകളാണ് ലോകത്തിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതായത് സൈബർ കുറ്റകൃത്യങ്ങളുടെ വർധനവും സാങ്കേതിക വിദ്യ ദുരുപയോഗവും, അതായത് റൈസ് ഇൻ സൈബർ ക്രൈംസ് ആൻഡ് ടെക് മിസ്യൂസ്, ഓൺലൈൻ തട്ടിപ്പുകൾ, ബാങ്ക് അക്കൗണ്ട് ഹാക്കിങ്, സാമൂഹിക മാധ്യമങ്ങളിലൂടെ സ്ത്രീ പീഡനം, സൈബർ ബുള്ളിങ് എന്നിവ വർദ്ധിക്കുന്നു. എളുപ്പത്തിൽ പണമുണ്ടാക്കുവാനോ ദ്രോഹിക്കുവാനോ ഉള്ള മനുഷ്യൻ്റെ മനോഭാവം ഇതിന് കാരണമാകുന്നു. രണ്ടാമതെന്ന് പറയുന്നത് പെട്ടെന്നുള്ള കോപവും അതിക്രമങ്ങളും, ഇൻസ്റ്റന്റ് റെയിൻ ഓർ വയലൻസ്. കുടുംബ പ്രശ്നങ്ങൾ, വഴക്കുകൾ, ചെറിയ തർക്കങ്ങൾ പോലും ക്രൂരമായ അക്രമത്തിൽ കലാശിക്കുന്നു. കുടുംബമെന്നോ സുഹൃത്തെന്നോ ഒന്നുമില്ല, ആരെയും കൊലപാതകം ചെയ്യുന്ന മനോഭാവം വർദ്ധിക്കുന്നു. പക്വതയില്ലാത്ത പെരുമാറ്റവും മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ലായ്മയും ഇന്നത്തെ മനുഷ്യൻ്റെ വലിയ ഒരു പ്രശ്നമാണ്. മൂന്നാമതായിട്ട് കുറ്റകൃത്യങ്ങളോടുള്ള നിസ്സംഗതയും നിയമലംഘന മനോഭാവവും. അടുത്തുള്ളവർക്ക് അപകടം സംഭവിക്കുമ്പോൾ സഹായിക്കുന്നതിന് പകരം അത് മൊബൈലിൽ പകർത്തുകയോ നിസ്സംഗതയോടെ നോക്കി നിൽക്കുകയോ ചെയ്യുന്ന മനോഭാവം, ബൈ സ്റ്റാൻഡർ എഫക്റ്റ്, അത് ഇന്ന് ഈ ലോകത്ത് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നിയമങ്ങൾ തങ്ങൾക്ക് ബാധകമല്ലെന്നും നിയമം കയ്യിലെടുക്കാമെന്നുള്ള മനോഭാവവും
കുറ്റകൃത്യങ്ങൾ ചെയ്താലും പിടിക്കപ്പെടില്ല എന്ന അമിതമായ ആത്മവിശ്വാസവും സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഇന്ന് നമുക്കറിയാം കുടുംബത്തിനകത്ത് എങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നടക്കുന്നത്. അപ്പനമ്മമാർ മക്കളെ ഭയപ്പെടുന്നു. അവരെന്ത് ചെയ്യും? ഏതൊരു ചെറിയ കാര്യത്തിന് പോലും അപ്പനെ കൊല്ലുന്നതിനും അമ്മയെ കൊല്ലുന്നതിനും മടിക്കാത്ത മക്കൾ ഇന്ന് ലോകത്ത്. രണ്ടാമത് ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. അപ്പന് മക്കളെ പോലും മനസ്സിലാക്കുവാനോ തിരിച്ചറിവില്ലാത്തൊരു ലോകത്തിൽ നമ്മൾ കഴിയുകയാണ്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് ഒറ്റയ്ക്കൊരു സ്ഥലത്തോട്ട് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. ബസ്സിൽ പോകാൻ പേടി, ട്രെയിനിൽ പോകാൻ ഭയപ്പെടേണ്ടിയിരിക്കുന്നു, വീട്ടിനകത്ത് ഒറ്റയ്ക്കിരിക്കാൻ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും സെക്യൂരിറ്റി ഇല്ല. പൊടി കുഞ്ഞുങ്ങളെ പോലും വിട്ടുവയ്ക്കുന്നില്ല. കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുന്ന ഒരു ലോകം. പ്രായം ചെന്ന വയോധികരായിരിക്കുന്നവരെ പോലും വിട്ടുവയ്ക്കാത്തൊരു ലോകം. ഹാൻഡിക്രാഫ്റ്റായിട്ടിരിക്കുന്നവരെ പോലും വിട്ടുവയ്ക്കുന്നില്ല. ലോകം എങ്ങോട്ടാണ്? എവിടെ ചെന്ന് ഇത് അവസാനിക്കും എന്ന് ചോദിക്കുമ്പോൾ എല്ലാത്തിനും ബൈബിളിനകത്ത് ഉത്തരവുണ്ട്. ദൈവം ഇതെല്ലാം, കർത്താവായ ദൈവം ഇതെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. അത് വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. ഇതിൽ നിന്നെല്ലാം ഒരു വിമുക്തി ഉണ്ടാകുമോ? ഇതിൽ നിന്ന് മനുഷ്യനെ വെളിയിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും വർദ്ധിച്ചതോടെ മനുഷ്യന് എല്ലാം എളുപ്പമായി. യുവാക്കൾക്കിടയിൽ ലഹരി വസ്തുതകളുടെ ഉപയോഗം വർദ്ധിക്കുന്നു. ക്രൂരമായ കുറ്റകൃത്യങ്ങൾ അതിനെ കാരണമാക്കുന്നു. ഇതിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത പ്രവണതയിലാണ് അവർ നിൽക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് സ്റ്റോപ്പ് സിന്നിങ്. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പൻറ്റൻസ് ആൻഡ് കൺഫസ് ചെയ്യണം. പാപബോധവും ഏറ്റപറച്ചിലും ഉണ്ടായിരിക്കണം. 1 ജോൺ 1:9. രണ്ടാമത് പരിശുദ്ധാത്മാവിനാൽ ജീവിക്കണം. റിലേ ഓൺ ദ ഹോളി സ്പിരിറ്റ്. ഗലാത്യർ 5:16. റിന്യൂ യുവർ മൈൻഡ് വിത്ത് ദ സ്ക്രിപ്ചർ. വചനത്താൽ മനസ്സിനെ പുതുക്കുക. 4. റെസിസ്റ്റൻറ്റ് ദ ഈവിൽ. പിശാചിനോട് എതിർത്ത് നിൽക്കുക. യാക്കോബ് 4:7. വചനത്താൽ മനസ്സിനെ പുതുക്കണം. സങ്കീർത്തനം 119:11. 5. സബ്മിറ്റ് ടു ഗോഡ് ആൻഡ് വാച്ച്. ദൈവത്തിന് കീഴടങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. മാത്യു ചാപ്റ്റർ 26:41. പ്രയർ ഈസ് എസെൻഷ്യൽ ടു സ്റ്റോപ്പ് ഹാബിറ്റ്വൽ സിൻസ്. പാപം ചെയ്യാതിരിക്കാൻ ദൈവത്തെ ഭയപ്പെടുക. ഭയഭക്തിയുള്ളവരായിട്ട് ദൈവത്തിന് ഭയപ്പെടുകയാണെങ്കിൽ പാപത്തിൽ നിന്നും നമുക്ക് വെളിയിൽ വരുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ എത്രയോ പേർ മാറ്റപ്പെടുന്നു. എത്രയോ പേർ ഇതിൽ നിന്നും വെളിയിൽ വരുന്നു, രക്ഷിക്കപ്പെടുന്നു, മാറ്റങ്ങൾ വരുന്നു, സ്വഭാവം മാറുന്നു, മനുഷ്യൻ മാറുന്നു, എല്ലാം മാറുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. കാരണം മനുഷ്യൻ മാറിപ്പോകുന്നതുകൊണ്ട് അല്ലേ? എന്നാലും ദൈവവചനം വായിക്കുക, കർത്താവ് യേശുക്രിസ്തുവിൽ നിലകൊള്ളുക, പ്രാർത്ഥിക്കുക. നമ്മുടെ സൊസൈറ്റിയെ, മനുഷ്യരെയും എല്ലാ ദോഷത്തിൽ നിന്നും ദുഷ്ടതയിൽ നിന്നും രക്ഷിക്കുക. നമ്മുടെ പ്രാർത്ഥന സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു.